ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ നാട് കടത്തുന്നത് അമേരിക്കയല്ല കേട്ടോ, അത് സൗദി അറേബ്യയാണെന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഈ കഴിഞ്ഞ ദിവസം വന്ന ചില റിപ്പോർട്ടുകളിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ വിദേശ നയങ്ങൾ എത്രത്തോളം വൾഗറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയില്ലേ. വൾഗർ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനത് പറയേണ്ടി വരുന്നത്. നമ്മൾ ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ വിട്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ട് ഇന്ത്യ മൊത്തത്തിൽ അടിയാണ്. നമുക്ക് ഒരു രീതിയിലും സഹകരിച്ച് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ഡിപ്ലോമസി ഉള്ളത്. ഇനി അത് വിട്ട് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും പുറത്ത് കാണിക്കുന്ന മോടി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫോറിൻ പോളിസീസിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ലെവലിലോട്ട് നമ്മുടെ ഈ ഒരു ഫോറിൻ പോളിസി തകർന്നത് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് പ്രധാനമന്ത്രി കാട്ടിക്കൂട്ടിയിട്ടുള്ള കൊള്ളരുതായ്മകൾ മാത്രമാണ് നമ്മൾ ഈ അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പല ഗോധി മീഡിയകളും മറ്റ് മീഡിയകളും മറച്ചു വെക്കുന്നുണ്ടെങ്കിലും സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് പല രീതിയിലും അടി കിട്ടുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പാകിസ്ഥാനുമായിട്ട് നമ്മൾ അത്രയും ബദ്ധ ശത്രുക്കളായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പാകിസ്ഥാനുമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് അവരുടെ നല്ല സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏത് രീതിയിലാണ് അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിലോട്ട് ഒപ്പുവെക്കുന്നത്, അതിന് അമേരിക്ക എത്രത്തോളം കൂട്ടു നിൽക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് തന്നെ ഇന്ത്യ ഇനി നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ, വെസ്റ്റേൺ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അമേരിക്കയുടെ ഏറ്റവും വലിയ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോദിയുടെ തലമണ്ടക്ക്. അതെല്ലാം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അമേരിക്കനെ പേടിച്ചിട്ടില്ല, അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം ഇന്ത്യക്കെതിരെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചൈന എടുത്തു കഴിഞ്ഞാൽ ചൈനയിൽ അങ്ങോട്ട് പോയിട്ട് പ്രധാനമന്ത്രി കൈ കൊടുത്തതും കെട്ടിപ്പിടിച്ചുകൊണ്ടും കാര്യമില്ല. ചൈന അതിനേക്കാൾ വലിയ അടി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ അതിരുകൾ പിടിച്ചെടുത്തിട്ടാണെങ്കിലും മറ്റ് എല്ലാ രീതിയിലുള്ള അവസ്ഥകളും വളരെ മോശമായിട്ട് തന്നെയാണ് നമുക്ക് പോകുന്നത്. പിന്നെ നമ്മളാകെ നല്ലപോലെ നിന്നിരുന്നത് ഈ പറഞ്ഞ ഒരു റഷ്യ എന്നുള്ള രാജ്യമായിരുന്നു. ഈ റഷ്യനോടുള്ള അമേരിക്കയുടെ വിരോധം കാരണം ഇപ്പോൾ റഷ്യയുടെ അടുത്തുള്ള ക്രൂഡ് ഓയിൽ വരെ വാങ്ങുന്നത് നിർത്തി അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. നമ്മുടെ ലോകത്തെ ഏത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ അവിടെ ചെന്ന് കാണിച്ചു നോക്കുന്ന ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തൊഴിലില്ലായ്മയും ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും കാരണം ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളുടെ എണ്ണം അത്രയും ഹൈ ആണ്. അവർക്കൊക്കെ കിട്ടുന്ന പണി, അല്ലെങ്കിൽ അവർക്ക് അവിടെ പണി കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് അവിടുത്തെ ആവശ്യമില്ലാത്ത എല്ലാ ക്രൈമിലും പോയി ചാടിയിട്ട് അവിടുന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വിടുന്ന ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് വരെ തള്ളിപ്പോവും. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചു അമേരിക്കയായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങോട്ട് തിരിച്ചു വിടുന്നത് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ പുറത്തോട്ട് തള്ളുന്നത് അമേരിക്കയല്ല, പകരം സൗദി അറേബ്യയാണ്. ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അങ്ങോട്ട് പോയി വിസ എല്ലാം കാലാവധി തീർന്ന് അവിടെ എന്താ പറയുക, ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ട് താമസിച്ച് അവിടുത്തെ ജോലികൾ നോക്കി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ മറ്റ് പല ക്രൈമുകളിലും അവിടെ ഇൻവോൾവ് ആവുന്ന ഇന്ത്യക്കാരെ സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ത്യയിലോട്ട് തിരിച്ച് വിട്ടിട്ടുള്ളത്. നമ്മളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2025 ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നതിൽ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 81 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 24,600 ആളുകളെയാണ് നാട് കടത്തപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ പുറത്താക്കിയത് സൗദി അറേബ്യയാണെന്നാണ് കണക്ക്. അതായത് ഏകദേശം 11,000 പേരെയാണ് സൗദി ഇന്ത്യയിലോട്ട് തിരിച്ച് വിട്ടിട്ടുള്ളത്. ഓരോ മാസവും ശരാശരി 1000 ഇന്ത്യക്കാരെയാണ് സൗദിയിൽ നിന്നും തിരിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥാനത്ത് തന്നെ അമേരിക്കയും ഒട്ടും പിന്നിലല്ല. അമേരിക്ക, അതുപോലെ തന്നെ മ്യാൻമാർ, UAE, ഇങ്ങനെ രാജ്യങ്ങളുടെ പട്ടിക ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ താഴത്ത് ബ്രിട്ടൻ വരുന്നുണ്ട്, ഓസ്ട്രേലിയ വരുന്നുണ്ട്, റഷ്യ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വരുന്നുണ്ട്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പോർട്ട് ചെയ്ത ആളുകളുടെ കണക്ക് 2025 മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3800 ആളുകളെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞാൽ മ്യാൻമാർ, ഇപ്പം നമ്മൾ സൗദി കഴിഞ്ഞ് അല്ലെങ്കിൽ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ വരുന്ന മ്യാൻമാറാണ്. ഇന്ത്യക്കാരെ മ്യാൻമാറിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 1591 ആളുകളാണ് മ്യാൻമാറിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മലേഷ്യയിൽ നിന്ന് ഏകദേശം 1485 ആളുകളെ ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് നമ്മുടെ ദുബായ് UAE വിട്ടിട്ടുള്ളത് ഏകദേശം 1461 പേരെയാണ് തിരിച്ചു വിട്ടിട്ടുള്ളത്. ബഹ്റൈനിൽ നിന്ന് ഏകദേശം 761 ആളുകളെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തായ്ലാൻഡ്, കൊളംബിയ, കംബോഡിയ വരെ ഇന്ത്യക്കാരെ
എന്താ പറയുക ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 481, അതുപോലെ തന്നെ 305 ഇത്രയും ആളുകളുടെ ഒരു ലിസ്റ്റ്, ഒരു സ്റ്റാർട്ടിംഗ് ലിസ്റ്റാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആളുകളെ ഇന്ത്യക്കാരെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നശിച്ചു, നമ്മുടെ ഇവിടെ GDP കൂടുന്നുണ്ട് എന്ന് പറഞ്ഞത് അത് വെറും ഒരു പണക്കാർക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന GDPയിലൂടെ നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ എന്നും സാധാരണക്കാർ ജോലിയും കൂലിയും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇന്ത്യയിലുള്ളത്. പുതിയ പുതിയ പ്രൊജക്റ്റുകളൊന്നും വരാത്തൊരവസ്ഥ. വരുന്ന പ്രൊജക്റ്റുകളിൽ ഈ പറഞ്ഞ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുന്ന വെറും ഒരു എന്താ പറയുക, ഒരു പാവ പ്രധാനമന്ത്രി മാത്രമായി പോയിട്ടുണ്ട് നമ്മുടെ മോദിജി എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പച്ചക്ക് ഇപ്പം ലോകത്തിലെ തന്നെ ആളുകൾ അത് വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണമുണ്ടാക്കുന്നത്. ഉയർന്ന ബിരുദധാരികൾ പോലും വിദേശത്ത് മോശം ജോലി ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ വീഡിയോയിൽ കുറച്ച് ഒരാളുകൾ റഷ്യയിൽ നിന്നുള്ളൊരു സന്തോഷ പ്രകടനമായിട്ട് നമ്മളത് കാണുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കത്. उस ठंड में कुछ भारतीय बड़ी खुशी में झूम रहे थे, डांस कर रहे थे. जब देखा गया कि ये डांस क्यों कर रहे हैं, इतना खुश क्यों हैं, तो पता ये चला कि इन लोगों को रशिया में सफाई करने की नौकरी मिली है. वहां की सड़कें साफ करेंगे, नाले साफ करेंगे, टॉयलेट साफ करेंगे. ഈ ചിത്രത്തിന്റെ ആസ്പദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ റോഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കക്കൂസ് കഴുകാനും വേണ്ടിയിട്ടുള്ള ജോലിക്കാർ, അല്ലെങ്കിൽ ഇവിടുന്ന് അവിടെയൊക്കെ പോയിട്ട് പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ച എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അവിടെ 1 ലക്ഷം രൂപയോളം മാസശമ്പളം വാങ്ങിയിട്ട് ഇത്തരം ജോലികളാണ് അവിടെ പോയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ജോലി കിട്ടിയിട്ടില്ല കുറച്ച് ആളുകളുടെ ഒരു സന്തോഷ പ്രകടനമാണ് നമ്മൾ ആ ഒരു ഇതിൽ കണ്ടത്. അതെല്ലാം ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം. കാരണം ഇന്ത്യയിലെ വംശീയ വർഗീയ അധിക്ഷേപങ്ങളും കാര്യങ്ങളും കാരണം ഇന്ത്യനെ ഇപ്പം ഏറ്റവും വളരെ മോശമായിട്ടാണ് ഈ പറഞ്ഞ പല വിദേശ രാജ്യങ്ങളും കാണുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ക്രിസ്മസിനെതിരെ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ നമ്മുടെ നാട്ടിലെ സംഘികൾ കളിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരു വലിയ അതായത് ഇൻഡിപെൻഡൻറ്റ്, ടെലിഗ്രാഫ് പോലത്തെ, അറബ് ടൈംസ് ഒക്കെ പോലത്തെ വലിയ വലിയ മാധ്യമങ്ങൾ അതെടുത്ത് ഭയങ്കരമായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വിദേശത്തുള്ള ആൾക്കാർ വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. അതേസമയം നമ്മൾ നോക്കണം, പാകിസ്ഥാൻ എടുത്ത് നോക്കിക്കോ, നിങ്ങൾ ഇറാൻ എടുത്തോ, പലസ്തീൻ എടുത്തോ, ഈ രാജ്യങ്ങളിലൊക്കെ ക്രിസ്മസ് നല്ല രീതിയിൽ കൊണ്ടാടുന്നുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ഒരിക്കലും ഈ മുസ്ലിങ്ങൾ ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾക്കെതിരെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് അല്ലെങ്കിൽ എന്താ പറയുക ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്കെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ അടിയുണ്ടാക്കാനോ ഒന്നിനും പോയിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ജർമ്മനിയിൽ കണ്ടിരുന്നില്ല, ഒരു ക്രിസ്ത്യൻ ഒരു മാർക്കറ്റ് ഒരു ക്രിസ്മസ് മാർക്കറ്റിലോട്ട് വണ്ടി ഇടിച്ച് കയറ്റി മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞ ഒരു എക്സ് മുസ്ലിം, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ വെറുത്ത അമേരിക്കയിൽ നിന്നും അല്ല ഈ പറഞ്ഞ സൗദിയിൽ നിന്ന് പോലും പുറന്തള്ളപ്പെട്ട ഒരു എക്സ് മുസ്ലിം ആയിരുന്നു കയറ്റിയിരുന്നത്. അത് എക്സ് മുസ്ലിങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ജർമ്മനി അട്രാക്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ എക്സ് മുസ്ലിം കാണിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ വന്നിരുന്നു. നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അത് കുത്തിത്തിരിക്കാൻ നോക്കിയെങ്കിലും സത്യത്തിൽ ഇതായിരുന്നു അവസ്ഥ എന്നുള്ളതിൻ്റെ വാർത്തകളൊക്കെ പുറത്തോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഇന്ത്യയിൽ ഈ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇത് നടക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ പോലും അവർ നല്ല രീതിയിൽ ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യയുടെ പ്രതിച്ഛായ വളരെ മോശമായിട്ട് തന്നെയാണ് ഈ ഒരു വർഷം കൂടി വന്ന സമയത്ത് അത് കുറെ കൂടുതലായിട്ടുള്ള അവസ്ഥയാണ് നമ്മളിപ്പം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇന്ത്യക്കാരോടുള്ള ആ ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിദേശ രാജ്യങ്ങളിലെ വിദേശ പൗരന്മാർക്ക് ഇന്ത്യക്കാരോടുള്ള ഒരു ഇഷ്ടക്കുറവ് വളരെ കൂടുതലായിട്ടുണ്ട്. ഇത് ചുരുക്കത്തിൽ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാനമുള്ള കാലം ഉണ്ടായിരുന്നു. ആ കാലം ഏകദേശം കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് ഇപ്പം ഇൻ്റർനാഷണലി കാണുന്ന പല ന്യൂസുകളിൽ നിന്നും പല സംഭവങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഡിപ്ലോമസി, ഇന്ത്യൻ ഫോറിൻ പോളിസി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. ഇനി ഇതൊക്കെ മാറണമെങ്കിൽ നമ്മളെ രാജ്യം ഭരിക്കുന്ന ആ ഒരു കൂട്ടം എന്താ പറയുക ചാണകങ്ങൾ നമ്മുടെ രാജ്യം ഭരിക്കാണ്ട് നല്ല നല്ല ആളുകളുടെ അടുത്തോട്ട്, വിവരം വിദ്യാഭ്യാസം ബോധമുള്ള ആളുകളുടെ അടുത്തോട്ട് ഇന്ത്യയുടെ ഭരണം ഇനി കിട്ടുന്നത് വരെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തും ഒക്കെ കാണേണ്ടി വരും.